ഇന്ന് ഉച്ചതിരിഞ്ഞ് ഒരു അതിസന്തോഷ വാർത്ത മലയാളി കേട്ടു. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി രോഗമുക്തനായി തിരികെ എത്തുന്നു. മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ് സന്തോഷ വാർത്ത ആദ്യം പങ്കുവച്ചത്. സമൂഹത്തിന്റെ സകല തുറകളിൽ നിന്നും ഈ നിമിഷവും മമ്മൂട്ടിയുടെ പേജുകളിൽ ആശംസകൾ വന്ന് നിറയുകയാണ്. മലയാളത്തിന്റെ ആകെ ഈ സന്തോഷത്തിൽ RDXും ചേരുകയാണ്. ഇതിവിടെ അടയാളപ്പെടുത്താതെ ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത് എങ്ങനെയാണ്? RDX റാപ്പ് കാണാം. മലയാളികളെല്ലാവരും കേൾക്കാനേറെ കൊതിച്ചിരുന്ന ആ വാർത്ത പങ്കുവച്ചത് മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. കഴിഞ്ഞ 5 മാസമായി ചികിത്സയ്ക്കായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു മമ്മൂട്ടി. ആരോഗ്യവാനെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയതോടെ ചിത്രീകരണം നിർത്തിവെച്ച മഹേഷ് നാരായണൻ സിനിമയുടെ ഷെഡ്യൂളിൽ മമ്മൂട്ടി ഉടൻ ചേരും. സന്തോഷ വാർത്ത ആദ്യം പങ്കിട്ടത് നിർമ്മാതാവായ ആൻഡ്രോ ജോസഫാണ്. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. ദൈവമേ നന്ദി നന്ദി നന്ദി. ഇതോടെ മലയാളം സാമൂഹിക മാധ്യമങ്ങളിൽ ആകെ സന്തോഷം അണപ്പൊട്ടി. ഫീഡുകൾ മമ്മൂട്ടി ചിത്രങ്ങളും മമ്മൂട്ടി ഓക്കെ എന്ന ഹാഷ്ടാഗും കൊണ്ടും നിറഞ്ഞു. പ്രിയപ്പെട്ട ഇച്ചാക്കയ്ക്ക് സ്നേഹചുംബനം നൽകുന്ന ചിത്രത്തിനൊപ്പം ഹൃദയവും പങ്കിട്ട് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. $1 മില്യൺ പിക്കിന് താഴെ കമന്റ് ബോക്സിൽ ഇരുവരുടെയും ആരാധക കൂട്ടം നിറഞ്ഞു. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് വാർത്താപരിധിയില്ലാത്ത സന്തോഷത്തോടെ മലയാളി ആഘോഷിക്കുകയാണ്. നവാഗതൻ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി വിനായകൻ ചിത്രം കളങ്കാവൽ റിലീസിനൊരുങ്ങുകയാണ്. ഇനി കാത്തിരിപ്പ് കളങ്കാവലിനും നമ്മുടെ സ്വന്തം മമ്മൂട്ടി പൊതുവേദിയിലെത്തുന്നതും കാണാനാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇതിലിപ്പോൾ കൂടുതൽ ഡാറ്റാ ഷീറ്റിലേക്കൊന്നും പോകാനില്ല സനീഷ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഇതുവരെയുള്ള മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളുടെ അസുഖം മാറിയെന്ന് ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നത് കാണുന്നത്. ശരിക്കും ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ സനീഷിന്? ഏതെങ്കിലും ഓർമ്മയില്ല? എനിക്ക് ആരുടെയും അങ്ങനെ ഒരു ഓർമ്മയില്ല. ഒരു അസുഖം മാറി എന്ന് അങ്ങനെ തന്നെയാണ്. ഇത് രോഗമുക്തനായി എന്ന് സംസ്കൃതവൽക്കരിച്ച് പോലുമല്ല, അസുഖം മാറി എന്ന് ബ്രേക്കിംഗ് ന്യൂസിൽ പോകുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അത് ചെറുതല്ലാത്ത സന്തോഷം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അതിനെ ഈ ചതുരവടിവിലാക്കാതെ ആദ്യം ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അസുഖം മാറി എന്ന് എല്ലാ ചാനലുകളും തന്നെ ബ്രേക്കിംഗ് ന്യൂസിൽ അങ്ങനെ തന്നെ അടിച്ചത്. എന്തായാലും വലിയ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല പൊതുവെ മലയാളി മുഴുവൻ എങ്ങനെയാണ് ഈ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരുന്നത് എന്നുള്ളത് ഇന്നിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടയാളപ്പെടുത്തി തന്നെ പോകണമല്ലോ. കാരണം ഈ നിലയ്ക്ക് മലയാളി സന്തോഷിക്കുന്ന ഒരവസരത്തെ നമ്മൾ അടയാളപ്പെടുത്തി തന്നെ പോകണം അല്ലേ? നിശ്ചയമായിട്ടും ഇതിപ്പോൾ മറ്റ് വിഷയങ്ങൾക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുകയും മറ്റ് ലേഖനങ്ങളൊക്കെ വായിച്ചു നോക്കുകയൊക്കെ വേണം. ഇതിലിപ്പോൾ എന്താ പ്രത്യേകിച്ച് പറയേണ്ടത്? അതായത് ഒറ്റ വാചകത്തിൽ നിർത്താവുന്ന കാര്യമേ ഉള്ളൂ. അതിസന്തോഷം, അത്യധികമായിട്ടുള്ള സന്തോഷം എന്ന് പറയാവുന്ന ഒരു കാര്യമല്ലേ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം എന്താണ്, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നൊന്നും മലയാളിക്ക് അറിയില്ല. അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖം വന്നിട്ടുണ്ട്. അദ്ദേഹം പെട്ടെന്ന് വളരെ സജീവമായിരുന്ന അദ്ദേഹം കുറച്ച് കാലത്തേക്കൊന്ന് അവധി എടുത്തിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളും സിനിമാ ലോകം ആകപ്പാടെ തന്നെയും പറയുകയാണ്. ഇപ്പോൾ നമ്മൾ മമ്മൂട്ടി എല്ലാ കാര്യങ്ങളും ഇപ്പം 1-2 സിനിമ സംബന്ധിയായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞുവല്ലോ. അപ്പം അമ്മയുടെ ഇലക്ഷൻ, അമ്മ സംഘടനയുടെ ഇലക്ഷൻ കഴിഞ്ഞു. ചേംബർ, ഈ നിർമ്മാതാക്കളുടെ സംഘടന, അതിനിടയ്ക്ക് കുറേയേറെ വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തന്നെ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്തു. മമ്മൂട്ടി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം അഭിപ്രായം പറയുന്ന ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്നാലും മമ്മൂട്ടി അവിടെ ഇല്ലല്ലോ എന്നൊരു, അദ്ദേഹം അവധിയിലാണല്ലോ, വിശ്രമത്തിലാണല്ലോ എന്നൊരു ഒരു തോന്നൽ നമുക്കുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ അത് ഇനി ആവശ്യമില്ല. അദ്ദേഹം ഇനിയും വന്ന് എല്ലാ ദിവസവും സജീവമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫീൽഡിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ കളങ്കാവൽ പുറത്തിറങ്ങാനിരിക്കുന്നു. മോഹൻലാലൊത്തുള്ള സിനിമ വരാനിരിക്കുന്നു. ഇതിനകത്ത് ഈ വാർത്ത ഹർഷൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്ന ആദ്യത്തെ അസുഖമാറൽ വാർത്ത വന്നപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നിയത്, പിന്നീട് ഞാൻ കാണുന്ന ജോർജിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജോർജിൻ്റെയും ആൻഡോയുടെയും പിന്നെ പോസ്റ്റാണ്, ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. അപ്പോൾ വളരെ സന്തോഷം എന്ന് കാണാവുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മോഹൻലാലിൻ്റെ ചിത്രം പിന്നാലെ തന്നെ വന്നു. മോഹൻലാൽ അദ്ദേഹത്തിന് അസുഖം വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയ ആ ദിവസം, അതിൻ്റെ പിറ്റേന്നോ അതിൻ്റെ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ ശബരിമലയിലേക്ക് പോയിട്ട് മമ്മൂട്ടിയുടെ പേരിൽ പൂജ നടത്തിയത് അല്ലേ? അപ്പോൾ അത് ഭയങ്കര ഗംഭീരമായിട്ടൊരു സംഭവമായിട്ട് അത് ആ വാർത്തയും ഫോട്ടോയും കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന പോലുള്ളൊരു തോന്നൽ. ഞാൻ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അസുഖം മാറും എന്ന് വിശ്വസിക്കുന്ന ആളല്ല. ദൈവത്തോട് നമ്മൾ അസുഖം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടാനാണ്. ചില ആളുകൾ പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അസുഖം മാറും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടാകും. മോഹൻലാലിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നന്ദി എന്നാണ് ആൻഡ്രോ ജോസഫും മറ്റവരൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിശ്വാസം പല ആളുകൾക്കും അങ്ങനെ ഒരു ധൈര്യം കൊടുത്തിരുന്നു. എനിക്ക് പക്ഷേ ഈ മോഹൻലാൽ, ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളല്ലാതിരുന്നിട്ട് പോലും മോഹൻലാൽ ചെയ്തത് വളരെ വലിയ നമ്മുടെ ഒരു ഉള്ളു നിറഞ്ഞു പോകുന്നൊരു സംഭവമാണ്. നമുക്ക് ഈ മനുഷ്യരെ അറിയുമോ?
മോഹൻലാലിനെ മമ്മൂട്ടിനെ നമ്മൾ നേരിട്ട് കാണുന്ന ആളുകൾ പോലുമല്ല. എന്നുവെച്ചാൽ ടി വിയിലാണ് അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്ക് അവരോട് വ്യക്തിപരമായിട്ട് ബന്ധം എന്നുള്ളത് അവർ നടത്തിയ കലാപ്രവർത്തനത്തോടുള്ള ബന്ധം മാത്രമാണ്. പക്ഷേ ആ മനുഷ്യർ ഒരാൾക്കൊരു അസുഖം വരുന്നു, മറ്റേ ആൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സ്ഥലത്ത് പോയിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നിപ്പോൾ ആ ഫോട്ടോ കവളത്തുമ്മ വെക്കുന്ന ചിത്രം വരുന്നു. അത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള സംഭവമാണ്. അപ്പം ഇത്തരം ഒരു തോന്നലുകൾക്കും വളരെ കലക്റ്റീവായിട്ട് മലയാളിക്ക് സന്തോഷിക്കാനുള്ള അനേകം മുഹൂർത്തങ്ങൾ തരാനായിട്ട് ദീർഘകാലത്തേക്ക് സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കട്ടെ ഇവരെല്ലാവരും എന്നാഗ്രഹിക്കാനല്ലേ നമുക്ക് പറ്റും. അത്തരം ആലോചനകളിൽ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം നമ്മുടെ മുന്നിലേക്ക് വന്നു. എനിക്ക് ഈ വാർത്ത വന്നപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് മമ്മൂട്ടി വിശാഖം എന്നാണെന്ന് തോന്നുന്നു, ഇതിന് നക്ഷത്രം അങ്ങനെ എഴുതിയിട്ടുള്ള ആ കുറിപ്പിൻ്റെ ചിത്രമാണ്. സത്യത്തിൽ വിശ്വാസി, ആ അർത്ഥത്തിലുള്ള വിശ്വാസി അല്ലാതിരുന്നിട്ടും ഈ പറയുന്ന അത് പ്രാർത്ഥിച്ചാൽ അസുഖം മാറില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നിട്ടും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം അതാണ്. അത് വലിയ സന്തോഷം ഉണ്ടാക്കി. ഏതായാലും മലയാള സിനിമയുടെ മാത്രമല്ല ഇന്ത്യയിലാകെ തന്നെയും ഉള്ള ആളുകൾ വളരെ സാഹൂതം നോക്കി നിൽക്കുന്നതാണ്. കളങ്കാവൽ ഉടനടി വരും. മറ്റ് സിനിമയിൽ മോഹൻലാൽ മമ്മൂട്ടി സിനിമ നമ്മൾ എത്രമാത്രം കാത്തിരിക്കുന്ന സിനിമയാണ്. അവർ രണ്ടുപേരും ഒന്നിച്ചു വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കുറേ കാലമായില്ലേ അങ്ങനെ സിനിമ വന്നിട്ട്. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുകയും അതിൻ്റെ റിലീസൊക്കെ ഉടനടി വേഗത്തിലാവുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രൻ തന്നെ വന്നിട്ട് പറഞ്ഞല്ലോ, അഷ്കർ സൗദാൻ വന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനന്ന് ഒരുപക്ഷേ ജന്മദിനത്തിൻ്റെ അന്ന് അദ്ദേഹം വരുമെന്ന്. ഞാൻ കരുതുന്നത് ജന്മദിനത്തിൻ്റെ അന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെങ്കിലും പ്രത്യക്ഷപ്പെടും എന്ന് തന്നെയാണ്. തീർച്ചയായും അതിലെനിക്ക് ഏറ്റവും രസകരമായി എന്നല്ല നമുക്ക് പറയേണ്ടത്, ഹൃദയസ്പർശിയായി തോന്നിയത് ഇതിൽ മമ്മൂട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ എന്നത് നടൻ വി കെ ശ്രീരാമൻ, നമ്മുടെ ശ്രീരാമേട്ടനായിരിക്കുമല്ലോ. ശ്രീരാമേട്ടൻ അത് എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അപ്പം ബാക്കി എല്ലാവരും ഇതുപോലെ മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്നുള്ള സൂചനകൾ തരുന്നു, അല്ലെങ്കിൽ തിരിച്ചു വരും എന്ന് തന്നെ പറയുന്നു. രോഗമെല്ലാം മാറി അദ്ദേഹം തിരിച്ചു വരികയാണ് എന്നുള്ളത് പറയുന്നു. പക്ഷേ ആ കമ്മ്യൂണിക്കേഷനാണ് ശ്രീരാമേട്ടൻ എഴുതിയത് ഫേസ്ബുക്കിൽ. അത് ഗംഭീരമായിട്ടുണ്ട്. സത്യത്തിൽ അത് വായിച്ചപ്പോഴാണ് എനിക്ക് വല്ലാതെ നമുക്കൊരു ഒരു 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 സ്നേഹത്തിൻ്റെ ഒരു തീവ്രത നമ്മുടെ ഹൃദയത്തിലേക്കും ഇങ്ങനെ വരുമല്ലോ, അതങ്ങനെ അനുഭവപ്പെട്ടത്. കാരണം മമ്മൂട്ടി തന്നെയാണ് ശ്രീരാമേട്ടനെ, അവർ സുഹൃത്തുക്കളാണ്, വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ അത് ആ സംഭാഷണം എങ്ങനെയാണ് നടന്നത് എന്നത് അവരുടെ ശബ്ദത്തിലാണല്ലോ നമ്മളത് വായിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊരു ഒരു സുഖമുള്ള അനുഭവം. സത്യത്തിൽ എന്തൊരു വലിയ സന്തോഷത്തിൻ്റെ സമയമാണിത്. ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 35 വർഷത്തിനിടെ മമ്മൂട്ടിയെ 4-5 മാസം തുടർച്ചയായി നമ്മൾ കാണാതിരുന്നിട്ടുണ്ടോ? കഠിനമായ ആ ഇടവേള കഴിഞ്ഞിരിക്കുന്നു. വൻമലയോളം വലിയ ആ സന്തോഷം ഏറ്റവും ഹൃദ്യമായി വാക്കുകളിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മമ്മൂട്ടിയുടെ ചിരകാല സുഹൃത്തും സഹപ്രവർത്തകനുമായ വി കെ ശ്രീരാമനാണെന്ന് തോന്നുന്നു. ഇതായിപ്പോൾ വലിയ കാര്യം, നിങ്ങൾ പാസ്സാകുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് ചെറുവത്താനി ഭാഷയുടെ വഴക്കത്തിൽ ശ്രീരാമൻ എഴുതിയത് വായിക്കുമ്പോൾ സന്തോഷാതിരേകം കൊണ്ട് നമ്മുടെയെല്ലാം കണ്ണു നിറയുന്നു. ആ വികാരത്തിൻ്റെ പേരാണ് മമ്മൂട്ടി. ചിരകാലം മമ്മൂക്ക നമ്മളോടൊപ്പം ഇവിടെ ഇതേ ഊർജ്ജത്തിൽ തുടരുമെന്ന് കരുതാനാണല്ലോ നമുക്കെല്ലാവർക്കും ഇഷ്ടം. കടഞ്ഞ് കാതൽ മാത്രം ബാക്കിയായ പ്രതിഭയുടെ ആ മഹാവൃക്ഷം മലയാളത്തിൻ്റെ അനുഗ്രഹമായി തുടരട്ടെ. കടയും തോറും ശിഖരങ്ങൾ പടർന്ന ആ മഹാശാഖി ഇനിയും വലുതാവട്ടെ. ഇടവേള.